ഹലോ മൈ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. നമ്മളിന്ന് തറവാട്ടിൽ വിളക്കെത്തിക്കുമ്പോൾ ഒരു വ്ളോഗാണ്. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് ഒരു പോത്തുണ്ടായിരുന്നു ഗൈസ് വഴിയിൽ. അപ്പോൾ നമ്മൾ അതിനായിട്ട് കുറച്ച് മുണ്ടി പറഞ്ഞാൽ നമ്മൾ നേരെ യാത്ര തിരിച്ചു. അപ്പോൾ ഞാനും അമ്മയും കൂടിയാണ് പോണത്. ബുക്ക് ചെയ്ത് തന്നെ കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം എന്താണെന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം. ഞാൻ എപ്പോൾ തറവാട്ടിൽ പോകണം അപ്പോൾ ഞാൻ ആലോചിക്കണം. ഇവരോട് ചോദിക്കുമ്പോൾ അവർക്ക് അറിയില്ല പറയും ഗൈസ്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വെള്ള ലൈനിൻ്റെ ഇപ്പുറത്തുകൂടെ എങ്ങനെ നടക്കാമെന്ന് ആലോചിക്കുകയാണ്. ചേട്ടൻ്റെ നടുവിൽ കൂടെ വെള്ളത്തിൽ കൂടെ നടക്കാൻ എങ്ങനെ ആലോചിക്കുന്നത് പിന്നെ ഞാൻ ഇങ്ങോട്ട് വിളക്കത്തിക്കാൻ വന്നു. ഒരെത്തി അവിടെ പൊളിച്ചിരുന്നിട്ടോ. പഴയ വീട് പൊളിച്ച് പുതിയ വീടുണ്ടാക്കിയതാണ്. പിന്നെ ഞാനും കസിനും കൂടി വിളക്കത്തിച്ചു. പിന്നെ ഞങ്ങൾ വേഗം തിരിച്ച് പോയി. അപ്പോൾ ആ വെള്ളലയിലൂടെ മാത്രം നടക്കാൻ മണ്ണില്ലാത്തടത്തൂടെ ഞാൻ എങ്ങനെ നടക്കാമെന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. പിന്നെ ഞാൻ ഒരു നായനെ തുറിച്ച് നോക്കേണ്ടിയിരുന്നു ഗൈസ്. അതൊക്കെ നോക്കി കണ്ടു പോന്നു. പിന്നെ ഞങ്ങൾ നേരെ പാടത്തേക്കാണ്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ബായ് പറഞ്ഞു. പക്ഷേ പിന്നെയാണ് അമ്മ പാടത്ത് പോകാൻ നടന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ടൈമിങ് ഉണ്ടായിരുന്നു. ഞാൻ പാടത്ത് എപ്പോൾ പോകണം. അപ്പോൾ ഈ കല്ലട്ടീമൊക്കെ കൂടെ ഇട്ടോ പോയി. അതെല്ലാം അടിപൊളിയാണ് ഗൈസ്. ഈ വീഡിയോ എടുക്കുന്നതോട് മാത്രമാണ് നേരെ പോയത്. അപ്പോൾ അമ്മ പറഞ്ഞ അവിടെ പൊന്തക്കാടോ. ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് പോയി. എനിക്ക് അങ്ങോട്ട് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളങ്ങനെ പോയി. നമ്മുടെ സ്പേസ് വലിയ പൊന്തക്കടൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് അവിടെ നിന്ന് 3-4 റീൽസൊക്കെ എടുത്തിട്ടോ. കണ്ടോ അങ്ങനെ ഓട്ടും ഗൈസ്. ഞാൻ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ മണ്ടും. വലിയ കുഴപ്പമില്ല. അപ്പുറത്തുള്ള വേറെ ആയിട്ടാണ് അമ്മ അവിടെ വിളക്കും ഇട്ട് കണ്ട് തേങ്ങ ഉള്ളത് അവിടെ നിന്ന് എടുത്തിട്ട് ഞാൻ അപ്പുറത്തേക്ക് പോവാൻ നോക്കിയതാട്ടോ. അപ്പോൾ ഗൈസ് ഫുള്ളാണ്ട് ചളി പിളിയായി. ഫുള്ള് സീനാണ് ഗൈസ്. അവിടെ കുറച്ച് സൂര്യകാന്തിയൊക്കെ ഉണ്ട്. അത് അവിടെ നിന്ന് പോയിട്ട് ഒരു പിക്ക് എടുക്കാമെന്ന് വിചാരിച്ചാണ് നട്ടുന്നതും നേരെ ചെളി പിളിയായി. അപ്പോൾ ഗൈസ് ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ബൈ.